പോലെയല്ല, അന്ന് 15 ദിവസമൊക്കെ ഒരു പടം അങ്ങേയറ്റം ഫുൾ ഫിലിമിന്റെ ഷൂട്ട്. ഈ 15 ദിവസത്തിൽ കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന റോൾ ചെയ്യുന്ന നായികയ്ക്ക് ഒരേ സമയത്ത് 3ഉം 4ഉം സിനിമകൾ ഇങ്ങനെ ഓടി നടന്ന് ചെയ്യണ സമയത്ത്. അപ്പൊ ഈ ഔട്ട്ഡോർ ഷൂട്ട് ഊട്ടിയിലൊക്കെയാണ് ഷൂട്ട്. അപ്പം ഈ യോദ്ധ പറഞ്ഞതുപോലെ നേപ്പാളിലാണ്. അങ്ങനെ പെട്ടുപോയാൽ മറ്റു സിനിമകളെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ കുറെ പടത്തിൽ നിന്ന് ഒഴിവാവേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ പടം കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇത്ര നല്ല സിനിമയായിരുന്നു. അതെ ചേച്ചി, ഇപ്പൊ തന്നെ നമ്മുടെ ലാലേട്ടന്റെ തുടരും സിനിമ, അതിനകത്ത് ഇപ്പൊ എല്ലാവരും പറയുന്നത് കോമ്പിനേഷൻ, ലാലേട്ടനും ശോഭനേച്ചും തമ്മിലുള്ള ഒരു കോമ്പിനേഷനെ കുറിച്ചൊക്കെ. കാരണം എല്ലാവർക്കും ലാലേട്ടൻ ശോഭന, മോഹൻലാൽ ഉർവശി, നിങ്ങളെയൊക്കെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ സ്ക്രീനിൽ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ചേച്ചി എന്ന ഇപ്പം ഒരു ബ്രേക്കിന് ശേഷം ചേച്ചി വന്നപ്പോൾ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം എടുത്തു നോക്കിയാലും ചേച്ചി ചെയ്യുന്ന കഥാപാത്രം ഭയങ്കര ലീഡ് റോൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചേച്ചി ചെയ്യുന്നതെല്ലാം. ഇപ്പൊ എല്ലാം നോക്കിക്കാൻ അപ്പൊ ചേച്ചി അങ്ങനത്തെ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻസ് ഇനി ഈ പറഞ്ഞ ഈ സിനിമയിലൊക്കെ ആയിരുന്നാലും അങ്ങനത്തെ ഒരു കഥാപാത്രം ചേച്ചി ചെയ്യാൻ തയ്യാറാണോ? ഞാൻ ഒരിക്കലും എന്റെ ലീഡ് റോള് ഞാൻ ലീഡ് ചെയ്യുന്ന അങ്ങനെ പറയുന്ന ഒരാളെ അല്ല. ഓക്കെ, ഒരു സിനിമ എനിക്ക് വന്ന സിനിമ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ എന്നെ ഇങ്ങനെ അറിയാത്ത ടൈറ്റിൽ റോളുകൾ ആവുമായിരുന്നു. ഞാൻ നേരത്തെയും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യോധയിൽ ഒരു സീൻ അഭിനയിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ മൈഡിയർ മുത്തച്ഛനിൽ ഒരു വീട്ടുജോലിക്കാരിയുടെ ക്യാരക്ടർ ഒരു ഗസ്റ്റ് പോലെ വന്നു പോവുക. മഴവിൽക്കാവടിയിൽ ഒരു 5ഓ 6ഓ സീനേ ഉള്ളൂ. അങ്ങനെയൊന്നും ഒരു കാലത്തും നോക്കിയിട്ടില്ല. ഇന്നത് മാത്രമാണെങ്കിൽ. പക്ഷെ നമ്മുടെ പ്രസൻസ് ഏതെങ്കിലും രീതിയിൽ അറിയണം. വെറുതെ ഇങ്ങനെ വന്നിങ്ങനെ നിന്ന് പോകുന്ന ഒരു സംഗതിയിലേക്ക് താല്പര്യമില്ല. നമ്പർ ഓഫ് സീൻസ് ഇപ്പൊ 80 സീൻ ഒരു പടത്തിലുണ്ടെന്ന് പറഞ്ഞാൽ 80ലും നമ്മൾ വരണമെന്നില്ല. പക്ഷെ വരുന്ന സീനുകളിൽ നമ്മുടെ പ്രസൻസ് അറിയിക്കാനുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവണം. അത് ഈ പറഞ്ഞ മഴവിൽക്കാവടിയിലെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ചേച്ചി ചെയ്ത അന്നത്തെ കുറെ സിനിമകളിലെല്ലാം ഡബ് ചെയ്തത് ഭാഗ്യലക്ഷ്മി ചേച്ചി ആയിരുന്നല്ലോ. അപ്പൊ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ചേച്ചി പറയുന്നുണ്ട് ബാക്കിയുള്ള ആക്ടേഴ്സിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഡബ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഉർവശി ചെയ്യുന്നതിനൊന്നും ഡബ് ചെയ്യാൻ പറ്റില്ല. എന്തൊരു ഡിഫിക്കൽട്ടാണ് അവൾ ചെയ്യുന്നത്. കണ്ണുകൊണ്ടുള്ള രീതിയും അവളുടെ ആക്ഷൻസും ആ കൊഞ്ചലും ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ചേച്ചി ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴവിൽക്കാവടിയിൽ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഒരു തമിഴ് പറയുന്ന ഒരു ഡയലോഗ്സ് ഉണ്ട്. പിന്നെ ലാൽ സലാമില ചേച്ചി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് ചെയ്തത്. പിന്നെ ഏതോ ഒരു സമയത്ത് ചേച്ചിയും കൂടെ ഡബിങ് സ്റ്റുഡിയോയിൽ പോയി നിന്നിട്ട് ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി ഡബ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചേച്ചി കാണുമ്പം ചേച്ചിക്ക് അന്നേരം ഡബ് ചെയ്യാമായിരുന്നു എന്ന് ചേച്ചിക്ക് ഇപ്പോഴാണെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല രമ്യ, എനിക്ക് എന്താ പറയുക, ഇപ്പൊ ഈ കണ്ടിന്യൂസ് പ്രൊമോഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ എല്ലാവർക്കും പെട്ടെന്ന് വെച്ചടയ്ക്കും. ഈ ഡസ്റ്റ് അലർജി എല്ലാം ഉള്ളതാ, സൈനസും ഒക്കെ ഉള്ളതാ. അന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്കൂൾ കുട്ടികളുടെ ശബ്ദമായിരുന്നു. എനിക്ക് ഒട്ടും ശബ്ദത്തിന് നേർത്ത ശബ്ദമാ. അതിന്റെ കൂടെ ഈ കൊഞ്ചലും ഉണ്ട്. ഇപ്പൊ എല്ലാവരും ഒരുവിധം കൊഞ്ചിച്ച് വാത്സല്യത്തോടെ ഇങ്ങനെ സംസാരിച്ച് വീട്ടിലും ഇളയതാണ്. അപ്പൊ അതിനകത്തുണ്ടത്. അത് നമുക്ക് പിന്നെ ഡബ് ചെയ്യുമ്പോൾ നമുക്കത് ഇപ്പൊ കൃത്രിമമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. ലൈവായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് മാറ്റാൻ പറ്റത്തില്ല എനിക്ക്. ഇപ്പൊ വേണുനാഗവള്ളിയുടെ സിനിമകള്, അങ്ങനെയുള്ള പിന്നെ സത്യേന്റെ സിനിമകളെന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ഒക്കെ അല്ല, നമുക്കത് പരിചയമുള്ള ക്യാരക്ടേഴ്സ് അല്ലേ. ഒരു സിനിമാറ്റിക് ഡബിങ് ആയിട്ട് വോയിസ് മാറ്റാൻ എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഞാൻ ശ്രമിച്ചിട്ട് ശരിയാവാഞ്ഞിട്ടാണ്. ആ ശബ്ദം അത് അയ്യോ സ്കൂൾ കുട്ടികളെ പോലെ ഇരിക്കുന്നു ഉർവശി. ആ ഗൗരവമുള്ള ഡയലോഗ്സ് പറയുമ്പോ ഒരു ഗൗരവം ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാ ചെയ്യാത്ത. അതിപ്പോ നമ്മുടെ സാറ്റലൈറ്റ് ചാനൽസ് വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോ നമ്മുടെ ശബ്ദം എല്ലാവർക്കും അറിയാം. അപ്പൊ അത് ശരിയാവില്ല. ഇത് തന്നെ വേണം, ഈ ട്രെൻഡ് തന്നെ വേണം. ഇനി അത് അങ്ങനെ ഒരു ഫേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഓക്കെ. ഇപ്പം ഈ ഞാൻ പറഞ്ഞ ലാലേട്ടൻ ചേച്ചിയുടെ മോഹൻലാൽ ഉർവശി എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല ആഴത്തിലുള്ള കഥാപാത്രങ്ങൾ തന്നതാണ് ജഗദീഷ് ഏട്ടൻ, ഉർവശി ചേച്ചി. ഭാര്യ എന്ന് പറഞ്ഞ സിനിമയിലും വേറെ, പിന്നെ ശ്രീനിവാസ് ഏട്ടൻ ചേച്ചി, നിങ്ങളൊക്കെ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ബാക്കി എല്ലാവരുടെയും കൂടെ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. എത്ര സൂപ്പർ സ്റ്റാർസിനോട് അഭിനയിച്ചിട്ടുണ്ട് തമിഴിലാണെങ്കിലും. പക്ഷെ നമുക്കിപ്പോൾ മലയാളത്തിനെ കുറിച്ച് സംസാരിക്കാം. ഇവരുടെ കൂടെയൊക്കെ ചെയ്ത് തന്നിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇന്നും നമ്മൾ എൻജോയ് ചെയ്യുന്ന ഭയങ്കര നല്ല ക്യാരക്ടേഴ്സ് ആണ് അതെല്ലാം തന്നെ. ഇന്നിപ്പോ ചേച്ചിക്ക് ഇപ്പൊ ഇങ്ങനെ കോമ്പിനേഷൻ സീൻ ചെയ്യാനൊക്കെ ഒരു ഇത് വരുവാണ്, ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ചേച്ചിക്കൊപ്പം പണ്ടത്തിൽ നിന്നും ആരുടെ കൂടെ ചെയ്യാനായിരിക്കും ചേച്ചിക്ക് കൂടുതൽ താല്പര്യം? അല്ല, നമുക്കിപ്പോ സിങ്ക് ആവുക എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്ത് അവരുടെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുമ്പം സിങ്ക് ആവാൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാ അവരെ കണ്ടതെന്നോ ആദ്യമായിട്ട് ഇവരെ കണ്ടു ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാനുള്ള സിനിമകളിലെല്ലാം അവരും ഉണ്ടായിരുന്നു. ജഗദീഷ് ചേട്ടനൊക്കെ ഞാൻ പിന്നെ പേരായിട്ട് അഭിനയിക്കുന്നതിന് മുൻപ് എത്രയോ സിനിമകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ശ്രീനേട്ടനും അതുപോലെ തന്നെയാണ്.
അപ്പം നമുക്കൊരു പരിചയമില്ലാത്തൊരു പുതിയ ഹീറോയോട് അഭിനയിക്കുന്നൊരു തോന്നലില്ല. ഷീനേട്ട് നന്നായിട്ട് എഴുതുമെന്ന് എനിക്കറിയാം. അപ്പോൾ പല സിനിമകളും ഷീനേട്ടൻ്റെ എഴുത്തിൽ എനിക്ക് മിസ്സായിട്ടുണ്ട്. അങ്ങനെ കുറേ സിനിമകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ജോഡിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേ പറഞ്ഞതുപോലെ ഒരു ചോദ്യം തന്നെയാണ്. അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ റോള് കൊടുത്തു നോക്കി പരീക്ഷിക്കേണ്ടി വരും. അല്ല, എന്നാൽ ഇപ്പൊ ഈ ജഗദീശനായിക്കോട്ടെ, ശ്രീനിവാസനായിക്കോട്ടെ, അന്നത്തെ ആൾക്കാരില്ലേ, ഞാൻ പുതിയ ആൾക്കാരെ അല്ല ചോദിക്കുന്നത്, അന്നത്തെ ആൾക്കാരിൽ എല്ലാവരുടെ കൂടെയും വർക്ക് ചെയ്യാൻ ആഗ്രഹം തന്നെയാണ്. അങ്ങനത്തെ ഇപ്പൊ 2-3 സിനിമകൾ വന്നു ജഗദീശന്റെ കൂടെ. അപ്പൊ അതിലേതെങ്കിലും 1-2 ചെയ്യുമായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ. അവര് കുറെ ഗൗരവമുള്ള ക്യാരക്ടേഴ്സിലായല്ലോ. പിന്നെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജഗദീശനും പറഞ്ഞിരുന്നു, ഉള്ളൊഴുക്കിന്റെ സമയത്തും ഒക്കെ ചേച്ചിയെ വിളിച്ചിരുന്നു. എല്ലാം അന്നും ചേട്ടനും പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സീക്വൻസും ആ ഒരു ജേണിയും ആ ഒരു ടൈമും അതൊക്കെ ഭയങ്കര നല്ലൊരു ഇതായിരുന്നു എന്നുള്ളത്. അതേപോലെ ജയറാമേട്ടൻ പറഞ്ഞ വേറൊരു ചെറിയ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ചേച്ചിയെ കാണിച്ചു തരാം. ശോഭന ഉർവശി പാർവതി മഞ്ജു വാര്യർ സംയുക്ത. ശോഭന ഉർവശി പാർവതി മഞ്ജു വാര്യർ സംയുക്ത. ഇവരിൽ ഏറ്റവും പ്രിയപ്പെട്ട നടി എടുത്തു പറയുകയാണെങ്കിൽ ഉർവശി. ജന്മം തന്നെയാണ്. കുറെ സിനിമകൾ ചേട്ടൻ പറഞ്ഞു ഒരു അപാര ജന്മം തന്നെയാണ്. ഇതുപോലെ എത്ര വേറിട്ട കഥാപാത്രങ്ങളാ ചേച്ചി ഓരോ സിനിമയിലും ചെയ്തിരിക്കുന്നത്. അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീദേവി ആക്ടർ ശ്രീദേവിയുടെ സിനിമയില് ഉർവശി ചേച്ചി ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു ചെറിയ ബേബി ആയിട്ടോ, ചേച്ചിയുടെ ചെറുപ്പത്തിലാ, തുടക്ക സമയത്ത്. അതേതോ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. തീരെ കുഞ്ഞായിട്ട് ചേച്ചിയുടെ ചെറുപ്പത്തിൽ അന്ന് നടി ശ്രീദേവിയുടെ സിനിമയിൽ മകളായിട്ടോ അങ്ങനെ എന്തോ അങ്ങനെ. പിന്നെ ഇതില് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയൻ മെയിൻ ചെയ്തൊരു പടം, ആ കുട്ടിയെ വെച്ചിട്ടാണ് പടത്തിന്റെ. തമിഴ് കളത്തൂർ കണ്ണമ്മയുടെ മലയാളം വേർഷനാണ്. അപ്പൊ കമൽ സാർ ചെയ്ത റോളാണ്. കുഞ്ഞിലെ കമൽ സാറിന്റെ 5 വയസ്സിൽ അഭിനയിച്ച. അതിനകത്ത് എൻ്റെ അനിയനാ മെയിനായിട്ട് ഇന്ന് പാടുന്നത്. അപ്പം ഞാനും എൻ്റെ അനിയനും ഞങ്ങളുടെ സ്കൂളിലെ കുറേ പിള്ളേർ പുറകെ നിന്ന് പാടുന്നുണ്ട്. പിന്നെ ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ജിത്തു ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ജിത്തു ജോസഫ് ഡയറക്ടർ, അദ്ദേഹം മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രായം ചെന്നൊരു കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കാനായിട്ട് നല്ലൊരു താരത്തിനെ തന്നെ വേണം. ആ അമ്മയ്ക്ക് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചേട്ടൻ പല ആൾക്കാരിലും അപ്രോച്ച് ചെയ്തു, നമ്മുടെ സ്റ്റാർസിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇത്രയും വലിയ കുട്ടിയുടെ അമ്മയായിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പലരും റിജക്ട് ചെയ്തോടത്താണ് ചേട്ടൻ ചെന്ന് ഉർവശി എന്ന് പറഞ്ഞൊരു ആക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചേച്ചി അവിടെ അത് വെൽക്കം ചെയ്ത് ആ ക്യാരക്ടർ ചേച്ചി ചെയ്യാൻ കാണിച്ച മനസ്സിനെ കുറിച്ചൊക്കെ ജിത്തു ചേട്ടൻ പറയുണ്ടായി. ചേച്ചി ശരിക്കും ഇത്തരത്തിലുള്ള, അപ്പൊ ചേച്ചിക്ക് അങ്ങനത്തെ ഒരു ഫിയർ ബാക്കിയുള്ളവർക്ക് തോന്നിയ ആ ഒരു ഫിയർ ചേച്ചിക്ക് അപ്പൊ തോന്നിയിട്ടില്ലേ? ഇല്ല, നമ്മളെ ഒരു ആക്ട്രസ്സായിട്ട് ആദ്യം പ്രേക്ഷകർ കാണും. പിന്നെ ഇപ്പൊ എല്ലാവർക്കും വ്യക്തിപരമായിട്ടും എല്ലാവരെയും അറിയാം. ഇപ്പം വേറൊരാൾ, ഞാനിപ്പം ഒന്നും അല്ലാതെ എനിക്ക് ഞാൻ 22 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാം എന്ന് വെറുതെ അങ്ങ് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കുമോ ആരെങ്കിലും? ഇല്ലല്ലോ. ആ റോളിന് നമ്മൾ യോജിക്കുമോ എന്നുള്ളത് നമുക്കും ഒരു ധാരണയുണ്ട് തീർച്ചയായിട്ടും. കാരണം 13 വയസ്സിൽ കെ ഭാഗ്യരാജിനെ നായികയാകാൻ ഞാൻ അഭിനയിക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ ഈ പ്രായത്തിൽ പറ്റില്ലേ? അതൊരു കുട്ടിയുടെ അമ്മയാ. അയാളുടെ കല്യാണം കഴിഞ്ഞ ഒരു മനുഷ്യന്റെ ഭാര്യയായിട്ടും അയാളുടെ കുട്ടിയുടെ അമ്മയാകാനും തയ്യാറാകുന്ന ഒരു പെണ്ണായിട്ട് അതിനകത്ത് അഭിനയിച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ പ്രായത്തിന് കൂടുതലുള്ള റോൾസ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക്.